കൂടുതൽ കണ്ണീര് ബാധിക്കുന്ന ബിസിനസ്സുകാർക്ക്. അതുകൊണ്ടാണ് പലപ്പോഴും ബിസിനസ് തളർന്നു പോകുന്നത്. ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കേണ്ടതാണ്, ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. പണ്ഡിത ലോകം നമുക്കത് പഠിപ്പിച്ചു തന്ന കാര്യം കൂടിയാണ്. ഇതൊരു അന്ധവിശ്വാസമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സയ്യിദ് ഉമർ സഖാഫ്, ലൈഫ് കോച്ചും ബിസിനസ് കോച്ചുമാണ്. അതോടൊപ്പം റുഖിയ ഹീലറുമാണ്. ഞാനൊരു റുഖിയ ഹീലർ എന്ന നിലക്കും ലൈഫ് കോച്ച് എന്ന നിലക്കും പല ആളുകളും എന്നെ സമീപിക്കാറുണ്ട്. പല പ്രശ്നങ്ങളും എന്നോട് പറയാറുണ്ട്. ചില ആളുകൾ നമ്മളോട് പറയുന്ന പ്രശ്നം, ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്, എന്നാലും നമ്മുടെ കടം തീരുന്നു കിട്ടുന്നില്ല, ഡെറ്റ് ട്രാപ്പിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. മറ്റു ചിലർ പറയുന്നത്, ബിസിനസ് വളർത്താൻ ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും ബിസിനസ്സിൽ ഒരു വളർച്ച ഉണ്ടാകുന്നില്ല. മറ്റൊരു വിഭാഗം പറയുന്നത്, വരുമാനമുണ്ട് പക്ഷേ കയ്യിൽ ക്യാഷ് ഇല്ല, മാസാവസാനം റെൻ്റ് കൊടുക്കാനും സാലറി കൊടുക്കാനും വരെ ചിലപ്പോൾ കയ്യിൽ ക്യാഷ് ഉണ്ടാകുന്നില്ല. അതിനും ചിലപ്പോൾ പുറത്തുനിന്ന് കടം വാങ്ങേണ്ട അവസ്ഥ വരുന്നുണ്ട്. ചിലർ പറയും, നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് പോകാൻ തോന്നുന്നില്ല, ഓഫീസിൽ പോകാനേ മനസ്സില്ല, സ്റ്റാഫുകളെ കാണുമ്പോൾ നമുക്കെന്തോ ഒരു വെറുപ്പ്, ഓഫീസിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു തലവേദന തുടങ്ങാം, നമുക്ക് ഓഫീസിൽ നിന്ന് തിരിച്ച് പോരാൻ തോന്നാണ്, പാർട്ട്ണർമാരോട് വേണ്ടതുപോലെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അവരെ കാണുമ്പോഴും വെറുപ്പാണ്, കസ്റ്റമറെ കാണുമ്പോൾ തീരെ വെറുപ്പാണ്, കസ്റ്റമറോട് സംസാരിക്കാൻ പോലും തോന്നുന്നില്ല, അവരോടൊരു പുഞ്ചിരിക്കാൻ പോലും പലപ്പോഴും തോന്നുന്നില്ല. മറ്റൊരു വിഭാഗം പറയുകയാണ്, നമ്മൾ ഈ ബിസിനസ് സ്ട്രെസ് കൊണ്ട് നമ്മുടെ ഫാമിലിയിൽ എപ്പോഴും പ്രശ്നമാണ്, വീട്ടിൽ കൃത്യമായി എത്താൻ കഴിയുന്നില്ല, വീട്ടിലേക്ക് ലേറ്റായി പോവാണ്, അതുകൊണ്ട് ചിലപ്പോൾ നമ്മളിടയിൽ ഭാര്യഭർത്താക്കന്മാരെ നമ്മളിടയിൽ ചില പ്രശ്നങ്ങൾ വരാണ്, വീട്ടിലൊരു സമാധാനമില്ല, മക്കൾക്ക് സമയം കൊടുക്കാൻ കഴിയുന്നില്ല, ഫാമിലിക്ക് സമയം കൊടുക്കാൻ കഴിയുന്നില്ല, ഉമ്മയും വാപ്പയും കാണാതെ എത്രയോ ദിവസങ്ങളായി. ഇതൊക്കെ കോമൺ പ്രശ്നങ്ങളാണ്. ബിസിനസ്സുകാർ 90% ബിസിനസ്സുകാർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. മറ്റൊരു വിഭാഗം പറയുന്നത്, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നേടാനാണ്. എൻ്റെ കുട്ടികളെ നല്ലൊരു കോളേജിലും സ്കൂളിലും പഠിപ്പിക്കണം, അതുപോലെ കുറച്ച് യാത്ര ചെയ്യണം, അത്യാവശ്യം നല്ലൊരു വീടുണ്ടാക്കണം, അത്യാവശ്യം സൗകര്യമുള്ളൊരു വണ്ടി വാങ്ങിയിട്ട് അതിൽ പോകണം, അങ്ങനെ ഒന്ന് അത്യാവശ്യം നമുക്ക് ഒരു ഫൈനാൻഷ്യലി ഫ്രീഡം വേണം എന്നെല്ലാം ആഗ്രഹിച്ചു കൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ബിസിനസ് തുടങ്ങിയപ്പോൾ നേരെ വിപരീതമാണ് സംഭവിച്ചത്. ഉള്ള സ്വത്തും നഷ്ടപ്പെട്ടു പോയി. ബിസിനസ് വളർത്താൻ വേണ്ടി വീട് വിൽക്കേണ്ടി വന്നു, വാഹനം വിൽക്കേണ്ടി വന്നു, നല്ല കോളേജിലും സ്കൂളിൽ പഠിച്ചുകൊണ്ടുണ്ടായിരുന്ന മക്കളെ പലപ്പോഴും അതിൽ നിന്ന് മാറ്റി വളരെ ലോ ലെവലിലുള്ള സ്കൂളിലും കോളേജിലേക്കും നമുക്ക് അയക്കേണ്ടി വരുന്നുണ്ട് എന്ന് പറയുന്ന ആളുകൾ. ഇങ്ങനെ ബിസിനസ്സുകാരോട് സംസാരിക്കുമ്പോൾ 100 കൂട്ടം പ്രശ്നങ്ങളാണ് ഓരോ ബിസിനസ്സുകാരും പലപ്പോഴും നമ്മളോട് പറയാറുള്ളത്. സുഹൃത്തുക്കളെ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞാനൊരു ലൈഫ് കോച്ചും ബിസിനസ് കോച്ച് എന്ന നിലക്കും അതോടൊപ്പം ഒരു ഖുർആനിക് ഹീലർ എന്ന നിലക്കും എനിക്ക് മനസ്സിലാകുന്ന ചില വസ്തുതകളുണ്ട്. അതായത്, ഞാൻ ഈ ബിസിനസ് സിസ്റ്റം പഠിക്കാൻ വേണ്ടി, ബിസിനസ്സിൽ ഗ്രോത്ത്, ഇപ്പം ഞാനും ഒന്നിലധികം ബിസിനസ് നടത്തുന്ന ആളാണ്. ഇപ്പം എൻ്റെ ബിസിനസ്സിൽ എനിക്ക് പുതുമ കൊണ്ടുവരാനും ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഏകദേശം 15ഓളം രാജ്യങ്ങൾ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പഠിക്കാനും മറ്റു ബിസിനസ് ആവശ്യങ്ങൾക്കെല്ലാം കൂടി കൊണ്ട് 15ഓളം രാജ്യങ്ങൾ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് പല വലിയ വലിയ വിദഗ്ധരായ ട്രെയിനർമാരുടെ അടുത്ത് നിന്ന് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഞാനൊരു സ്പിരിച്വൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന, അതായത് റുഖിയ ഹീലിംഗ്. ഒരു റുഖിയ ഹീലർ എന്ന് പറഞ്ഞാൽ ശർഇൽ അനുവദനീയമായ രീതിയിൽ നമുക്ക് ചില ആളുകൾക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, കണ്ണീരുണ്ടാവും, സിഹിറുണ്ടാവും, അതുപോലെ മറ്റുള്ള പല അദൃശ്യമായ ചില പ്രശ്നങ്ങളുണ്ടാവും. അവരെ സഹായിക്കാൻ വേണ്ടി ആ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളെന്ന നിലക്ക് ഞാൻ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടെത്തിയത്, അതോടൊപ്പം മൈൻഡ് പവർ ട്രെയിനർ കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി മൈൻഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കണ്ടെത്തിയ ചില റീസൺസ് ഉണ്ട്, ചില കാരണങ്ങൾ. ഈ പ്രശ്നങ്ങളെല്ലാം ഇത്തരം ഫൈനാൻഷ്യലി നമ്മൾ തളരാനും
ആ കടക്കണിയിൽ അകപ്പെടാനും അതുപോലെ നമുക്ക് ഗ്രോത്ത് ഇല്ലാതിരിക്കാനും ഇങ്ങനെ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാനുള്ള റീസൺസ് ഞാൻ കണ്ടെത്തിയ റീസൺ അത് ഒരുപാട് നൂറുകണക്കിന് പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരുപാട് കോഴ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, പല പ്രോബ്ലംസും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം ഞാൻ കണ്ടെത്തിയ ഒരു വസ്തുത എന്ന് വെച്ചാൽ ഇതിനൊക്കെ പല റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ ചിലപ്പോൾ നമ്മുടെ ഫൈനാൻഷ്യലി മാനേജ്മെൻറ്റിലുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. നമുക്ക് ശരിക്കും ഫൈനാൻസ് മാനേജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ അത്തരം ബുദ്ധിമുട്ട് നമുക്ക് നേരിടേണ്ടി വരും. അതോടൊപ്പം നമുക്ക് ബിസിനസ്സിൽ ശരിക്കുമുള്ള ഒരു വേണ്ടതുപോലെയുള്ള തന്ത്രങ്ങളും സിസ്റ്റമും കാര്യങ്ങളൊന്നും നമ്മളെ ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതോടൊപ്പം ഇതൊക്കെ നമ്മൾ കാണുന്ന മാർക്കറ്റിങ്ങിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, നമുക്ക് നല്ല സെയിൽസ് ടീം ഇല്ലാത്തതായിരിക്കാം, അതുപോലെ ഈ ബിസിനസ് ശരിക്കും നമ്മളെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന നല്ല ടീം ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെ 100 കൂട്ട കാരണങ്ങളുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ. അതെല്ലാം ഓക്കെയാണ്, ഇതെല്ലാം നമ്മൾ കാണുന്ന പ്രശ്നങ്ങളാണ്. ഇതോടൊപ്പം ചിലപ്പോൾ ഇതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, നല്ല മാർക്കറ്റിംഗ് ടീമുണ്ട്, സെയിൽസ് ടീമുണ്ട്, അല്ലാത്ത ടീമുണ്ട്, എല്ലാം ഓക്കെയാണ്. എന്നാലും നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഒന്നാമത് ഒരു പ്രോപ്പർ മൈൻഡ് സെറ്റ് ഇല്ലാത്തതാണ്. നമുക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇല്ലാത്തത് ഒരു വിഷയമാണ്. അപ്പോൾ പലപ്പോഴും നമ്മളെ മനസ്സിൽ കടന്നുകൂടി ഒരുപാട് നെഗറ്റീവ്സ് അത് നമ്മളെ ഗ്രോത്തിനെ പലപ്പോഴും തടയും. ഒരുപാട് റിസർച്ച് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതോടൊപ്പം വേറെയും ചില അദൃശ്യമായ കാര്യങ്ങൾ ഉണ്ടാകാം. അതായത് കണ്ണീർ മൂലം ബിസിനസ്സുകാർക്ക് ബാധിക്കും. കൂടുതൽ കണ്ണീർ ബാധിക്കുന്നത് ബിസിനസ്സുകാർക്കാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ബിസിനസ് തളർന്നു പോകുന്നത്, ബിസിനസ് വലിയ നിലക്ക് വളർച്ചയില്ലാതെ പോകുന്നതും. 1 കണ്ണീറാകാം, 2 സിഹറും, 3 പൈശാചികമായ ഉപദ്രവങ്ങൾ. ഇതെല്ലാം ഒരു അന്ധവിശ്വാസമാണെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഒരിക്കലും ഇത് അന്ധവിശ്വാസമല്ല. ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കേണ്ടതാണ്, ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്, പണ്ഡിത ലോകം നമുക്കത് പഠിപ്പിച്ചു തന്ന കാര്യം കൂടിയാണ്. ഇതൊരു അന്ധവിശ്വാസമല്ല. അപ്പം ഇത്തരം അദൃശ്യമായ ഒരുപാട് സ്പിരിച്വൽ ഇഷ്യൂസ് മൂലം ചിലപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ ബുദ്ധിമുട്ടുകളെല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിനെയൊക്കെ മറികടക്കാൻ നമ്മൾ കേവലം മായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ കാണണം നമ്മൾ. അതോടൊപ്പം ഇനി മൈൻഡിലാണ് നമ്മളെ പ്രശ്നമാണെങ്കിൽ നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിന് സിസ്റ്റമും മറ്റുള്ള കാര്യങ്ങളിലാണ് നമ്മൾ പ്രോബ്ലം അനുഭവിക്കുന്നതെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബിസിനസ്സിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്നത്, വലിയൊരു വളർച്ച ഉണ്ടാകുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ജനങ്ങളെ അവെയർ ചെയ്യാൻ വേണ്ടി, സ്പെഷ്യലി ബിസിനസ്സുകാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് സ്പിരിച്വൽ വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാം 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ വെബിനാർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ ബിസിനസ്സുകാരല്ല, അല്ലാത്ത ഫൈനാൻഷ്യലി ഫ്രീഡം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾ, അപ്പോൾ അവർക്കും ഗ്രോത്ത് ഉണ്ടാകണം, ഫൈനാൻഷ്യലി സ്വതന്ത്രരാകണമെന്ന് അവർക്കും ആഗ്രഹമുണ്ട്. അത്തരം ആളുകൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി മാത്രം പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വെബിനാറാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ആ പ്രശ്നത്തിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, സൊല്യൂഷൻസ് എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ ആക്ച്വലി ഇതിന് ഫീ വരുന്നത് 2 മണിക്കൂറിൻ്റെ ട്രെയിനിങ്ങിന് ഫീ വരുന്നത് 999 999 റുപ്പീസാണ്. പക്ഷേ ഞാനിപ്പോൾ അത് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന വിധത്തിൽ, അതായത് കേവലം 99 റുപ്പീസ്, 99 രൂപക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വിധത്തിലേക്ക് ഞാനത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ഇൻഷാ അള്ളാഹ് നമുക്ക് വെബിനാറിൽ വളരെ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.